എനിക്കു ദാഹിക്കുന്നു, എനിക്കു ദാഹിക്കുന്നു. മരക്കുരിശിൽ കിടന്ന് മരണവേദന അനുഭവിച്ച മനുഷ്യപുത്രന്റെ സ്വരം കേട്ട് ജെറൂസലേം ദേവാലയത്തിന്റെ തിരശീല രണ്ടായി കീറി. കൊടുങ്കാറ്റാഞ്ഞടിച്ചു, കൊള്ളിയാൻ ചീറിപ്പാഞ്ഞു. ദിഗന്ധങ്ങൾ ഞെട്ടിത്തെറിക്കുമാർ ഉച്ചത്തിൽ കേട്ട ആകാശഗർജനത്തിൽ പ്രപഞ്ചം ഞെട്ടിവിറച്ചു. ശവക്കല്ലറകൾ മലർക്ക തുറന്നു. മനുഷ്യപുത്രന്റെ മരണം കണ്ട ആഴിയും ആകാശവും അലറിക്കരഞ്ഞു. വെളിച്ചത്തെ മരണത്തിന് വിധിച്ച വിധിയാളർ വെളിച്ചമില്ലാത്ത പകലിൽ ഇരുളിന്റെ ഇടനാഴിയിൽ പ്രത്യാഘാതമേറ്റ് പിടഞ്ഞു മരിച്ചു. പരിശുദ്ധവും പരിപാവനവുമായ ഈ ദേവാലയാങ്കണത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പ്രത്യാഘാതം. ഏറ്റവും വലിയൊരു ശത്രുവിന്റെ ശല്യത്തിൽ 2-3 വർഷക്കാലം നാട്ടിലെമ്പാടും വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ട ഒരു കള്ളദൈവത്തിന്റെ കഥ കഴിഞ്ഞു. മനസ്സിന് എന്തൊരു ശാന്തി, എന്തൊരു സമാധാനം. ഈ കയഫാസിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിത്. ഈ വീര്യമുള്ള മദ്യം ആ സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. ഇന്ന് ഞാൻ ഇങ്ങനെ ഈ വീര്യമുള്ള മദ്യത്തിൽ സന്തോഷത്തിന്റെ ലഹരിയിൽ നീന്തിത്തുടിച്ച് മുങ്ങിക്കുളിച്ച് ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കാൻ ദാവീദിന്റെ സിംഹാസനത്തിൽ വാണരുളാൻ വന്ന ഒരു മഹാരാജാവ്, അവൻ മിശിഹായാണത്രേ. ആ തട്ടിപ്പ് മിശിഹായെ തട്ടിയ ദിവസമാണിത്. ഇതിനകം അവൻ പിടഞ്ഞ് മരിച്ചു കാണും. കാൽവരിക്കുന്നിൽ 3 ഇരുമ്പാണികളിൽ 2 കള്ളന്മാരുടെ മധ്യേ ദൈവപുത്രൻ എന്ന് വീമ്പിളക്കിയ ഒരു മഹാപെരുങ്കള്ളൻ. നിർത്തു നിന്റെ ഈ കത്തിച്ചിരി. ഓ യൂദാസ്, എന്റെ ഈ കൊലച്ചിരി ഒന്ന് നിർത്താനാണ് ഞാൻ പറഞ്ഞത്. യൂദാസ്, എന്റെ ഗുരുനാഥൻ എവിടെ? പറയൂ, നിങ്ങൾ എന്റെ ഗുരുവിനെ എന്തു ചെയ്തു? കാൽവരിക്കുന്നിൽ ഒരു മരക്കുരിശിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. മരിച്ചു പാടില്ല. വെടയച്ചത് കണ്ടുകളൂ. എനിക്കിപ്പോ കാണേണ്ടത് ഗുരുനാഥനെ അല്ല, നിന്നെയാണ് കാണേണ്ടത്. അതിനാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്തിന് എന്റെ ഗുരുവിനെ കൊന്നു? നീ എന്തിന് ചുംബനം വഴി ചൂണ്ടിക്കാണിച്ചു? എന്തിന് പ്രതിഫലമായി 30 വെള്ളിക്കാശ് വാങ്ങി? കൊല്ലാൻ വേണ്ടിയല്ല, കൊല്ലുമെന്ന് കരുതിയിട്ടുമല്ല. നിങ്ങൾ എന്നോട് വാഗ്ദത്തം ചെയ്തത് പിടിച്ചു ബന്ധിക്കുകയുള്ളൂ, ജീവഹാനി വരുത്തില്ല എന്നല്ലേ പറഞ്ഞത്? ആ നിങ്ങൾ
എന്റെ ഗുരുവിനെ, നല്ലവനായ എന്റെ ഗുരുവിനെ. നിനക്ക് എന്തു പറ്റി യൂദാസ്? എത്ര പെട്ടെന്ന് ഈ മാറ്റം? ഇത്ര പെട്ടെന്ന് മാറി നിങ്ങളാണ്. വാക്ക് പാലിക്കാത്തവർ, വഞ്ചകന്മാർ, ദ്രോഹികൾ. യൂദാസ്, നീ ഒരു ശുദ്ധഗതിക്കാരൻ. പക്ഷേ ഇങ്ങനെ ആക്ഷേപാസ്ത്രങ്ങൾ വിടുന്നത് ശരിയല്ല. നിന്നെ ഒരു ദേശാഭിമാനിയായിട്ടാണ് നാം കരുതിയത്. ഞാൻ ഇന്നൊരു ദേശ അപമാനമായി തീർന്നിരിക്കുകയാണ്. സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തതോടുകൂടി ആ അപമാനം വരുത്തി വെച്ചത് നിങ്ങളാണ്. ഇത്ര സ്നേഹവും വാത്സല്യവും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ അതിന് തയ്യാറായത്? എന്തിനാണ് സമ്മതിച്ചത്? എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഒട്ടേറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളവനാണ് എൻ്റെ ഗുരു. പടയാളികൾ പിടിച്ചു കെട്ടുമ്പോൾ ഗുരു തൻ്റെ അത്ഭുത സിദ്ധി കൊണ്ട് രക്ഷപ്പെട്ടോളുമെന്ന് ഞാൻ ഊഹിച്ചു പോയി. അതുകൊണ്ട് എന്റെ പക്കൽ നിന്നും 30 വഴി നാണയങ്ങൾ തട്ടിയെടുക്കണം. നിന്റെ ഗുരുവിനെ ഞങ്ങൾക്കൊട്ട് കിട്ടുകയുമില്ല. അങ്ങനെ പറ്റിക്കാമെന്നാണ് ചിന്തിച്ചതല്ലേ? എന്നിട്ട് എന്തേ അത്ഭുത പ്രവർത്തകനായ നിന്റെ ഗുരു രക്ഷപ്പെടാത്തത്? എന്തേ സ്വയം രക്ഷപ്പെടാത്തത്? എടാ മഠയ, അവൻ വേറും ഒരു മന്ത്രവാദിയാണ്. വെറും ജാലവിദ്യക്കാരൻ. പരമദ്രോഹി, നീ എന്റെ ഗുരുവിനെ എന്ത് പറഞ്ഞു? യൂദാസ്, എനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്തവനാണ്. നിനക്കിപ്പോൾ കുറച്ച് മനോവിഷമമുണ്ടെന്ന് നാം അറിയുന്നു. ഇതാ, ഇത് കുടിക്കൂ. എല്ലാം മറക്കും, എല്ലാം ശമിക്കും. കൊണ്ടുപോകും നിന്റെ ഈ മയക്കുമരുന്ന്. ഇതും കൈക്കൂലിയും കൊടുത്ത് മയക്കിയിട്ടാണ് എൻ്റെ ഗുരുവിനെതിരെ നീ അവരെ അണിനിരത്തിയത്. യൂദാസ്, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അറിയാം. കള്ളപുരോഹിതനും കപട ഭക്തനുമായ കയ്യഫാസിനോട്. യൂദാസ്, എന്ത്? നീ എന്നെ പേരെടുത്ത് വിളിക്കുന്നു? പേരെടുത്തല്ല, നിന്റെ കുടലെടുത്ത് ഞാൻ കൊലവിളിക്കും. എന്നെ വഞ്ചിച്ചവനാണ് നീ. എന്റെ ഗുരുവിനെ കൊന്നവനാണ് നീ. ഇന്നലെ രാത്രി ആ വിളക്കിനരികിൽ നിന്നും 30 വെള്ളി നാണയങ്ങൾ എണ്ണി വാങ്ങുമ്പോൾ എവിടെയായിരുന്നു ഈ ചിന്ത, ഈ സഹതാപം? നിന്റെ 30 വെള്ളി നാണയങ്ങൾ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് വിറ്റ് കിട്ടിയ നാണയത്തിന്റെ പ്രതിഫലം. രക്തം ചീറ്റുന്ന നാണയങ്ങൾ, വിഷം ചീറ്റുന്ന നാണയങ്ങൾ. കയ്യപ്പാ, അത് 30 വെള്ളി നാണയങ്ങളല്ല. അത് 30 വെള്ളി നാണയങ്ങളല്ല. അത് 30 നരക സർപ്പങ്ങളാണ്. അത് 30 നരക സർപ്പങ്ങളാണ്. അത് നിന്റെ കാലിൽ ചുറ്റിപ്പടരും. അവ നിന്നെ കൊത്തിക്കീറും. നിന്റെ സമനില തെറ്റിയിരിക്കുന്നു യൂദാസ്. അതെ, സമനില തെറ്റി. സകലതും തെറ്റി. എല്ലാം തെറ്റി.
ഇന്നലെ രാത്രി ഒരേ മേശയിൽ ഒന്നിച്ചിരുന്ന അത്താഴം കഴിച്ച എൻ്റെ വന്യഗുരുവിനെ മറ്റു ശിഷ്യരോട് ചെയ്തതുപോലെ എന്നെയും കാൽപാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ച എൻ്റെ ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത മഹാപാപിയാണ് ഞാൻ. നീ സമാധാനമായി പോകില്ല. സമാധാനമോ? എനിക്കിനി സമാധാനം ലഭിക്കില്ല. എൻ്റെ ഗുരുവിനെ കൊന്ന ഞാൻ, എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ഞാൻ. ഇല്ല, ഞാനാണ് കൊന്നത്. ഞാനാണ് മരണവിധി എഴുതിയത്. പീലാത്തോസ് ആ വിധി സ്ഥിരപ്പെടുത്തി. നീ മരണവിധി എഴുതിയല്ലേ? ആ നിന്റെ മരണമൊഴിയാണ് ഈ കേൾക്കുന്നത്. കയ്യഫാസ്, നീ മരിക്കാൻ പോവുകയാണ്. നിന്നെ ഞാൻ കൊല്ലും. നിന്റെ അമ്മായിയപ്പൻ എവിടെ? ആ അന്നാസ് കിഴവൻ എവിടെ? അവൻ കിഴവനല്ല, കഴുകനാണ്. കഴുകൻ, കിളിക്കുഞ്ഞിനെ കൊന്ന കഴുകൻ. നിന്നെ രണ്ടിനെയും കൊല്ലും. യൂദാസ്, ഞാൻ ഈ 2 കൈകളും ഒന്ന് കൂട്ടിയടിച്ചാൽ ആ നിമിഷം എൻ്റെ സേവകന്മാർ ഇവിടെ പാഞ്ഞെത്തും. അവർ നിന്നെ അരിഞ്ഞു വീഴ്ത്തും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നീ പോകുക. വേഗം സ്ഥലം വിടും. ഞാൻ പോവുകയോ? ഞാനിനി എങ്ങോട്ട് പോകാനാ? ഞാൻ എവിടെ പോയി ഒളിച്ചാലും എൻ്റെ ഗുരു എന്നെ കാണും. അവിടുന്ന് ദൈവപുത്രനാണ്. ആ ദൈവത്തെ ഞാൻ കൊന്നു. തൊളിച്ചാലും അഗ്നികുണ്ഡത്തിൽ ചാടിയാലും അലകടലിൽ മുങ്ങിയാലും എന്റെ ഗുരു എന്നെ കാണും. അവിടുന്ന് ദൈവപുത്രനാണ്. ആ ദൈവത്തെ ഞാൻ കൊന്നു. എന്റെ തലച്ചോറിന് തീ പിടിക്കുന്നു. എന്റെ അസ്ഥി ഇവിടെ ഒടിഞ്ഞു ഞെറുകുന്നു. എന്റെ നാടിഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. ഞാനാകെ പൊട്ടിത്തകരും, ചിന്നിച്ചിതറും. ഞാൻ എവിടെ പോയി ഒളിച്ചാലും എൻ്റെ ഗുരുവിനെ കാണും. അവിടുന്ന് ദൈവപുത്രനാണ്. ആ ദൈവത്തെ ഞാൻ കൊന്നു. ആ ദൈവത്തെ ഞാൻ കൊന്നു.
യൂദാസ്, വിഡ്ഢിയായ യൂദാസ് വിരളിയെടുത്തോടുകയാണ്. എടാ യൂദാസ്, നിന്നെ കൊണ്ടുള്ള ഉപയോഗം തീർന്നു. ഇനി നീ എവിടെ പോയി തുലഞ്ഞാലും നമുക്കതൊരു പ്രശ്നമല്ല. കയ്യപ്പാസ്, ആഹ്ലാദിക്കുകയാണോ? ആഹ്ലാദിച്ചോളൂ, ആഹ്ലാദിച്ചോളൂ. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ് ആഹ്ലാദിക്കുക? ഇതിൽ പരമാനന്ദം അലയടിക്കുന്ന ഒരു ദിവസം വേറെ ഉണ്ടോ? അന്നാസ് പ്രഭു, യൂദാസ് ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. മനസ്സിലായി. ഞാനിങ്ങോട്ട് പോരുമ്പോൾ അവൻ ഭ്രാന്ത് പിടിച്ചവനെ പോലെ വിരളിയെടുത്തോടുകയാണ്. അകലെ നിന്ന് കണ്ടതേ ഞാൻ മാറി ഒളിച്ചു നിന്നു. ഇവിടെ വന്നിട്ട് വല്ലാത്ത ബഹളമായിരുന്നു. ഓഹോ, നമ്മൾ അവനെ വഞ്ചിച്ചെന്ന്, ഗുരുവിനെ ഒന്നും ചെയ്യില്ലെന്ന് വാക്ക് കൊടുത്തിട്ട് എന്തിനു വാക്ക് മാറ്റി, എന്തിനു കൊന്നു എന്നൊക്കെ ആയിരുന്നു ചോദ്യം. അതൊക്കെ കാര്യം കാണാനുള്ള സൂത്രമാണെന്ന് ആ സാധു മനസ്സിലാക്കിയില്ല. നമ്മെ രണ്ടുപേരെയും കൊല്ലുമെന്ന് അവൻ ഭീഷണി മുഴക്കി. ഒടുവിൽ കലി പൂണ്ട് ദാ ആ വെള്ളി നാണയങ്ങൾ എന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഓഹോ, അങ്ങനെയും ഉണ്ടായോ? ദാ ഇതാണ് ആ നാണയങ്ങൾ. അതിരിക്കട്ടെ, നമുക്ക് ഈ പണം കൊണ്ട് എന്ത് ചെയ്യണം? ആലോചിക്കേണ്ട വിഷയമാണ്. ദേവാലയത്തിലെ ഭണ്ഡാരത്തിലിട്ടാലോ? വേണ്ട വേണ്ട, അത് ശരിയല്ല. രക്തത്തിന്റെ വിലയാണിത്. ഈ പണം എടുത്ത് സാധുക്കളെ സഹായിക്കാൻ പോലും യഹൂദ നിയമം അനുവദിക്കുന്നില്ല. പിന്നെ നാം ഇതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്കൊരു ബുദ്ധി തോന്നുന്നു. എന്താണ്? നമുക്ക് ഈ പണം എടുത്ത് പരദേശികളെ സംസ്കരിക്കുവാനായി ആ കുശവന്റെ പറമ്പ് വാങ്ങിയാലോ? എന്നിട്ട് അതിന് ചോരപ്പറമ്പെന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേര് വിളിക്കാം. കൊള്ളാം, വളരെ നല്ല ആശയം. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പ്രഭു, ഇരുന്നാൽ. ഇതാ കയ്യപ്പാസ്, എന്താ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം? ശരിയാണല്ലോ. അതാ ഈ പട്ടാപ്പകൽ സൂര്യൻ അസ്തമിക്കുകയോ? കൊടുങ്കാറ്റിന്റെ ശബ്ദം കേൾക്കുന്നു. ഭൂമി പിളരുന്നത് പോലെ ഭയങ്കര കാറ്റും. അയ്യോ, ഞാനിപ്പോ വീഴും. വെളിച്ചത്തെ മരണത്തിന് വിധിച്ച വിധിയാള് വെളിച്ചമില്ലാത്ത പകലിൽ ഇരുളിന്റെ ഇടനാഴിയിൽ
പ്രത്യാഘാതമേറ്റ് പിടഞ്ഞു മരിച്ചു.